പൊട്ടറ്റോ വെച്ചിട്ട് ഇതേപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോയെന്ന് നോക്കിയേ. അപ്പോൾ 2 പൊട്ടറ്റോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പൊട്ടറ്റോക്ക് 1 ഗ്ലാസ് പൊടി കണക്കാക്കി, ഗോതമ്പ് പൊടിയാണ്. 2 പൊട്ടറ്റോക്ക് 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം എരിവിന് വേണ്ടി ഇടിച്ച മുളക് ഒരു 1.5 ടീസ്പൂൺ കണക്കാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ ടീസ്പൂണിൽ മല്ലിപ്പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും, അധികം വേണ്ട കേട്ടോ. പിന്നെ അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. കൂടെ ഇതിലേക്ക് അല്പം മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഒരു കോഴിമുട്ടയും 1-2 ടീസ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ, അതല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കുക. ഒരുപാട് ലൂസാവുകയും ചെയ്യരുത്, അധികം തിക്കാവുകയും ചെയ്യരുത്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കാര്യം ഇടാൻ വിട്ടുപോയത് കസൂരി മെത്തി ഉണ്ട്. അത് ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കുക, നല്ലൊരു മണം കിട്ടും ഈ പൊറോട്ട ചുട്ട് വരുമ്പോൾ. ഇതിപ്പോൾ ആലു പൊറോട്ടയുടെ വേറൊരു വേർഷനാണിത് കേട്ടോ. നല്ല ചൂടായ ദോശച്ചട്ടിയിൽ നമുക്കിതുപോലെ ഒരുപാട് കട്ടി കുറച്ച് വരുത്തണ്ട, ഒരല്പം തിക്കായിട്ട് വരുത്തിക്കോ. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് ഓരോ ടീസ്പൂണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ വെച്ചതിന് ശേഷം ഈ ഒരു സൈഡും അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൊരിച്ചെടുക്കുക. അങ്ങനെ 2 സൈഡും നല്ലോണം തന്നെ മൊരിഞ്ഞ് കിട്ടും. ഈ അളവിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഒരു 6 ആലു പൊറോട്ട ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതിന് വേറെ കറികളൊന്നും വേണ്ട കഴിക്കാൻ കൂടെ. വേണമെങ്കിൽ ഒരു കുറച്ച് അല്പം തൈരോ അതല്ലെങ്കിൽ ചെറുതായിട്ടൊരു ചട്നിയൊക്കെ മതി. എന്തായാലും ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.